ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഓഡി A8 ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഈ വാഹനത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് W12 എഞ്ചിനാണ്. 12 സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഫെയിലിയർ ആയിട്ടാണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. സസ്പെൻഷൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ്റെ ആമും അതേമാതിരി തന്നെ അതിൻ്റെ ബുഷൊക്കെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഇതിൻ്റെ ആം കണ്ടല്ലോ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആം റീപ്ലേസ് ചെയ്യുന്ന നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ ആം റീപ്ലേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറാൻ സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ ആം നമുക്ക് മാറണമെങ്കിൽ നമുക്കിതിൻ്റെ ക്രോസ് ബാർ കംപ്ലീറ്റ് നമുക്ക് അഴിച്ച് താഴെ വെച്ചാൽ മാത്രമേ നമുക്കിത് മാറാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടയറും അതേമാതിരി തന്നെ ഇതിൻ്റെ റിയർ എക്സോസ്റ്റും ഇതിൻ്റെ ക്രോസ് ബാറൊക്കെ നമുക്ക് അഴിക്കണം. അപ്പോൾ ഞാൻ അഴിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എൻ്റെ ഈ വീഡിയോ കൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇത്രയും നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഇത് അയച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ ആം മാറാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ആം കണ്ടല്ലോ, ഈ ആമിൻ്റെ ഈ ബോൾട്ട് അയക്കണമെങ്കിൽ നമുക്ക് ക്രോസ് ബാർ താഴെ ഇറക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് ഇറക്കണം. ഫ്യൂൽ ടാങ്ക് ഇറക്കുന്നതിന് പകരമായിട്ട് നമുക്കിതിൻ്റെ ക്രോസ് ബാർ ഇറക്കിയാൽ മതി. അതാണ് ഏറ്റവും വീണ്ടും എളുപ്പം എന്ന് പറയുന്നത്. കാരണം ഫ്യൂൽ ടാങ്ക് ഇറക്കണമെങ്കിൽ നമുക്ക് ക്രോസ് ബാർ ഇറക്കണം. അപ്പോൾ അതുകൊണ്ട് ക്രോസ് ബാർ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബോൾട്ട് നമുക്ക് അഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അലൈൻമെൻറ്റും കഴിഞ്ഞു, റോഡ് ടെസ്റ്റെല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് മാത്രമേ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.